എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ക്രിസ്മസ് ഒക്കെ അല്ലേ, മാളക്കുട്ടിക്ക് ഒരു ഉടുപ്പ് മേടിച്ചു കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ട് 2-3 ദിവസമായി. കൊച്ചിനൊരു ഉടുപ്പ് മേടിക്കണം, പിന്നെ എനിക്കൊരു 2 ഷർട്ടും നോക്കണം. കോളേജിൽ ഫോർമൽ ഡ്രസ്സാണ്, ഇൻസേർട്ട് ഒക്കെ ചെയ്തിട്ട് പോകണം. ഞാൻ അലക്കിയിട്ടെങ്കിലും വെളുക്കുന്നില്ല. ഉണ്ടായിരുന്ന 2-3 ഷർട്ട് പുതിയ ഷർട്ടായിരുന്നു. എന്റെ 2 അലക്ക് കഴിഞ്ഞപ്പോ തന്നെ ഷർട്ടൊക്കെ ഒരു 5 വർഷം പഴക്കം തോന്നുന്നു കണ്ടു കഴിഞ്ഞാൽ. അതുകൊണ്ട് 2 ഷർട്ടൊക്കെ മേടിച്ചിട്ട് പോവാന്ന് വെച്ചു. അപ്പം ഇന്നത്തെ ഒരു ഹാപ്പി വീഡിയോ ആണ്. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഒരാൾ എന്നെ കാണാൻ വേണ്ടി കയറി വന്നതാണ്. കഴിഞ്ഞ ദിവസം രാവിലെ വന്നു. അപ്പൊ ഞാൻ എണ്ണീറ്റ് അന്ന് 1 മണിയായപ്പോഴല്ലേ, അന്ന് എനിക്ക് വയ്യായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് എന്നെ വീണ്ടും കാണാൻ വേണ്ടി കയറി വന്നതാണ്. മുറുക്കാനൊക്കെ വായിലിട്ടേക്കുന്നോണ്ടാണ് മിണ്ടാതിരിക്കുന്നേ. അല്ലെങ്കിൽ അച്ഛൻ മുറുക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം. അപ്പൊ എന്നെ കണ്ടു പറഞ്ഞു ഞാൻ ക്ഷീണിച്ചു പോയെന്ന് പറഞ്ഞു. ക്ഷീണിച്ചു പോയല്ലേ? പറയല്ല, കാറ്റടിച്ചു കഴിഞ്ഞാ തടി വെക്കും, നന്നാവും എന്നൊക്കെയാണ് അച്ഛമ്മ പറയണത്. അപ്പൊ എന്നാ ചെയ്യാനാ, ക്ഷീണിച്ചു പോയി. ഇനി തിരിച്ചു പോയില്ലേ 2-2.5 ലക്ഷം രൂപ പോവും. എന്നാ ഞങ്ങൾ ഉപ്പാറ വരെ പോയിട്ട് വരാം കേട്ടോ. വരുന്നുണ്ട്, ഞങ്ങളോട് വരുവാണെങ്കിൽ ഓട്ടോയ്ക്ക് അവിടെ ഇറക്കി വിടാം. പുൽക്കൂട് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. നല്ലതാണോ? കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? ഉണ്ണീശനെ വെച്ചില്ല, നാളെ വെക്കുള്ളൂ. നാളെ വൈകിട്ട് അത് രാത്രി കാണാനാ നല്ല ഭംഗി. വെട്ടത്ത് കൊള്ളില്ല. രാത്രി ലൈറ്റ് ഒക്കെ ഇട്ട് അടിപൊളിയാ. എന്നാ 2 പേരും കൂടെ ആശുപത്രി വന്നായിരുന്നു കേട്ടോ, ഗവൺമെന്റ് ആശുപത്രി. എന്റെ ചുമയുടെ മരുന്ന് തീർന്നു. അപ്പൊ ആന്റിബയോട്ടിക് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയാനുണ്ട്, കുറഞ്ഞില്ലേ. അപ്പൊ അത് മേടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ പുൽക്കൂട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഉണ്ട് കേട്ടോ. നല്ല കുഞ്ഞ് 2 ആട്ടുമാമുണ്ട്. മറ്റേ ഉണ്ണീശനെ വെച്ചിട്ടില്ല, ഉണ്ണീശനെ വെക്കാറാവുന്നല്ലോ. കാവൽമലനൊക്കെ തൂക്കിയിട്ട് ക്രിസ്മസിന്റെ ഗിഫ്റ്റും ട്രീയും അല്ലേ. കാണാൻ ഞാൻ ഫ്രണ്ടിന് കാണിച്ചു തരാം. ഇത് നമ്മുടെ അവിടെ ഉണ്ട് ഇങ്ങനത്തെ സാധനം തൂക്കിയിടുന്ന, മറ്റേ പച്ചപ്പ്. നല്ല അല്ലേ, നല്ല ഭംഗിയാണ്. ഇത് മറ്റേ പഞ്ഞിയാ, പഞ്ഞി മറ്റേ സ്നോ ഒക്കെ ആക്കി വെച്ചേക്കും. പക്ഷെ നന്നായിട്ട് എടുത്തിട്ടില്ലേ. അപ്പൊ അവര് 2 പേരോട് മരുന്നൊക്കെ മേടിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. മരുന്ന് മേടിക്കാൻ പോയിട്ട് പെട്ടെന്നാണല്ലോ വന്ന്. ആണോ? ഓ, ഇവിടുന്നൊന്നും ഇല്ലേ? ആന്റിബയോട്ടിക് ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ആണോ? ഒരു 5 ദിവസം കഴിക്കുക, അന്നേരം ചുമ കുറഞ്ഞില്ല ഒന്ന് കാണിക്കാൻ പറഞ്ഞു. പോകുന്നതിന് എപ്പോഴേ അതെന്ന് വെച്ചാൽ അവിടെ ബാംഗ്ലൂരും തണുപ്പാണ്, ഇവിടെ തണുപ്പ്. ഇവിടെ 9 വരെ തണുപ്പാ. ഈ തണുപ്പടിക്കുമ്പോൾ വീണ്ടും ചുമ കൂടും. അപ്പം പിന്നെ ആവി പിടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആവിയൊക്കെ പിടിക്കുന്നുണ്ട്, എന്നാലും കുറഞ്ഞില്ല. അല്ല, എനിക്കറിയാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. രാവിലെ തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു 3 മണി തൊട്ട് ഒരു 9 മണി വരെ തണുക്കുന്നത്. അല്ല, മഞ്ഞ് ഇങ്ങോട്ട് വരുന്നത്. ആ സമയത്ത് ഞാനും പപ്പായും മാത്രമേ എണ്ണിക്കാറുള്ളൂ. ഇവരൊക്കെ 10 മണി 11 മണി ഇന്ന് നേരത്തെ എത്തി. കമ്പിളിക്കകത്ത് കിടക്കുമ്പോ നല്ല തണുപ്പാ. കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ ചടങ്ങാണേ, രാവിലെ എണ്ണിക്കണ്ടേ. ശരി, പ്രശ്നം. പിന്നെ എന്നാത്തിനാ നീ പോയേ? ഞാൻ എന്നാത്തിനാ പോയെ? അയ്യോ, അതിന്റെ ബാക്കി ഞാൻ വീഡിയോ നടത്തി കഴിയുമ്പോൾ പറയാം. ശരിയാതെ നമുക്ക് ഉപ്പാറ സെറ്റിൽ പോയി. ഞാനിങ്ങനെ കൂട്ടുകാരോട് വന്നപ്പോഴേ 2 പേരൊക്കെ ചോദിച്ചു, ഇവൻ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരികയല്ലേ, ലീവ് കൊടുക്കണം. ഉപ്പാറ സെറ്റിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അവിടുന്ന് ഗുളിക മേടിക്കാം. അവിടെ സ്റ്റോർ ഉണ്ട്, അവിടുന്ന് നമുക്ക് മേടിക്കാം. പുറമേ ഇട്ടാ മതി, കുഴപ്പമില്ല. ഷർട്ട് എനിക്കും ഇഷ്ടപ്പെട്ടു. ഇച്ചിരി ഇറക്കക്കുറവാടാ, പക്ഷെ നീ ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുവാണേലും നല്ല ഷർട്ടാ. പോയി കഴിഞ്ഞാൽ പിള്ളേരൊക്കെ ഒന്ന് നോക്കുമല്ലേ. അടിക്കാൻ പറ്റുമോ? ആണോ? കുഴപ്പമില്ല, മടക്കി വെക്കാം.
ഇന്ന് കുഴപ്പമില്ല, നിനക്ക് ചേരുവൊക്കെ ചെയ്യും. പക്ഷേ ഇത്തിരി ഇറക്കക്കുറവിന്റെ നമുക്ക് ഒരെണ്ണം ഇത് എടുത്തു, ഒരെണ്ണം വേറെ എടുക്കാം. ആ ഇച്ചിരി ഇറക്കമുള്ള എടുക്കാം അല്ലേ? ഇഷ്ടപ്പെട്ടു, കളർ ഇഷ്ടപ്പെട്ടു. ആ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഷർട്ട്. സെറ്റാണ്. സത്യം പറഞ്ഞാൽ കോളേജില് ഇട്ടിട്ട് പോകാൻ വേണ്ടിയാണ് ഷർട്ട് എടുക്കാൻ വന്നത്. കണ്ടപ്പോ ഇതങ്ങ് ഇഷ്ടപ്പെട്ടു. എടുക്കണം. ഇഷ്ടപ്പെട്ട ഗോവാലിന്റെ എടുക്കുന്നു. അതെ, ഈ കളർ ഇല്ല എനിക്ക്. അപ്പൊ എടുക്കാം അല്ലേ? എടുക്കാം. ഇതെടുത്തോ. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കളർ കൂടെ നോക്കിയെടുക്കാം. വേറെ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഇത് ഇഷ്ടപ്പെട്ടു. എന്താ അതിന് ഇറക്കം ഉണ്ടോ നോക്കിട്ട്. സ്മോൾ ആണോ? കളറ് നല്ലതാ. ആ കളറ് നല്ലതാ. ആ നിനക്ക് ചേരും. പക്ഷെ അതിനും ഇറക്കക്കുറവാണെന്ന് തോന്നുന്നു. അത് നല്ല കളറാ. പക്ഷെ നിങ്ങക്ക് ഇങ്ങനത്തെ ഒരു കളർ ഉണ്ട് പിള്ളേരെ. ആ കളറാന്ന് തോന്നുന്നു ഉള്ളേ. അതുപോലെ എല്ലാം ഒരുപോലെ ഞാൻ ശരിയല്ല. ഒരു നീലയുണ്ട്. ഇത് നല്ലതാടാ. നോക്കിട്ട് ഏതാ നല്ല നോക്കിട്ട് സെലക്ഷൻ. ഓക്കെ ഓക്കെ. ഇത് കൊള്ളാല്ലേ? ഇത് നല്ല നല്ല തുണിയൊക്കെയാ. നല്ല തുണിയുമാ, നല്ലൊരു ഇളം കളറും അല്ലേ? നല്ല കുഴപ്പമില്ല. ഉണ്ട്. ആ ഇതും കൂടെ ഇട്ടിട്ട്. പക്ഷെ ആ പിങ്ക് ആയിരുന്നു കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നിയല്ലേ? അതാ. ആ നിനക്കിതാണോ ഇഷ്ടപ്പെട്ട? അവൻ ഇതാ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. തുണി ഇച്ചിരി കൂടെ ചൂട് പിടിക്കാത്ത ടൈപ്പ് പോലെ തോന്നി. എന്നാ അതെടുത്തോ. ഇഷ്ടപ്പെട്ട ഏതാന്ന് വെച്ചാ എടുത്തോ. നീ അതെടുത്തോ എന്നാ ഈ ഇട്ടിരിക്കുന്നേ. ആ കൂടെ പിടിക്കുന്ന ടൈപ്പ്. ഇതെടുക്കാം അല്ലേ? അവനതാണ് ഇഷ്ടപ്പെട്ടത്. ആ ശരി, അത് മാറിയിട്ട് വാ. ആ ഇതാ എടുക്കാൻ പോന്ന കേട്ടോ. തലയില് നൂലിരിക്കുന്നു. പോയിട്ട് വരട്ടെ. ആ പിന്നെ അതെ അതെ, ഈ പിങ്ക് കളറൊക്കെ അവന് കൂടുതൽ ഉണ്ടല്ലോ. ആഹാ ഞാൻ ഇവിടുന്ന് എടുത്തായിരുന്നു. ഫോമലിന് പാന്റ് എടുത്തായിരുന്നു. ഇവരെനിക്ക് എടുത്തിട്ട് കൂട്ടുകാരനെ കൊടുത്തു വിട്ടായിരുന്നു. അപ്പൊ ഞാൻ പോയപ്പോ ആദ്യം ഇവിടുന്ന് കാർഗോ മേടിച്ചോണ്ട് പോയത്. അതവിടെ ഇടാൻ പറ്റിയല്ല. നമ്മൾ ഇവിടുത്തെ പോലെ കുട്ടകളിൽ നിന്ന് അവിടെ നടക്കിയല്ല. അപ്പൊ ചേച്ചി ഇതുണ്ട്. അത് രണ്ടും എടുത്തല്ലേ? ഒരാൾ ഇന്ന് രാവിലെ എണ്ണീറ്റ പാടെ എന്നോട് ചോദിച്ചു, നിനക്ക് എന്താടാ സ്പെഷ്യൽ വേണ്ടേന്ന് ചോദിച്ചു പോകുന്നതിന് മുമ്പ്. ഞാൻ പറഞ്ഞു എനിക്ക് നല്ല ബ്രെഡും പോർക്ക് കറി, അതെന്റെ ഫേവറേറ്റ് കേട്ടോ. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ അതാണ് അല്ലേ? അതെ, ഞാൻ വേകാൻ വേണ്ടി എല്ലാം ഞുറുക്കി നല്ല ഭദ്രമായിട്ട് അടുപ്പ വെച്ചിട്ടുണ്ട്. അന്നേരം വെന്തോണ്ടിരിക്കുന്നു. നല്ലോണം വെന്തില്ല കേട്ടോ, തള കയറിയതേ ഉള്ളൂ. അന്നേരം അതിന്റെ അന്നദാരികളൊക്കെ പപ്പ പറയുന്ന അന്നദാരികൾ ഇറച്ചിയൊക്കെ കൊണ്ടുവരുമ്പോ അതിന്റെ സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കുകയല്ലേ, അതിന് പറയുന്ന പപ്പ അന്നദാരികൾ. ഞാൻ അതിന്റെ അന്നദാരികളൊക്കെ എടുത്തോണ്ടിരിക്കുവായിരുന്നു. അന്നേരം ഇടയ്ക്കുന്ന ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാൻ വന്നതാണ്. ഗ്യാസേലൊന്നും അല്ല, നല്ല അടുപ്പല കേട്ടോ വെച്ചേക്കണേ. തേങ്ങാക്കൊത്തൊക്കെ കിടപ്പുണ്ട്, കരിയാപ്പിലയുണ്ട്. അരപ്പൊന്നും ഇട്ടില്ല. മറ്റേ പോത്തല്ല, പോർക്ക് ഞുറുക്കി വേകാൻ വേണ്ടി വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചേക്കോട്ടോ. തീ ഉണ്ടമേ? നല്ല തീ ഉണ്ട് കേട്ടോ. ഉണ്ട്, അപ്പന്റെ ചെവി പിടിച്ച് കിഴക്കുന്നു. പന്നിയിറച്ചി വെക്കാൻ തുടങ്ങിയപ്പോഴേ എല്ലാരും അടുക്കളയിലോട്ട് വരുന്നുണ്ട്. കൊറേ നാളായി. പന്നിയിറച്ചിയും ബ്രെഡും നല്ല കോമ്പിനേഷൻ. അടിപൊളിയാണ്.
പടക്കമൊന്നും ആരും പൊട്ടിക്കുന്നില്ലേ? നമ്മുടെ അടുത്ത വീട്ടിലൊക്കെ പടക്കം പൊട്ടിക്കുന്ന ഒച്ച കിട്ടും. നമുക്ക് ക്രിസ്മസിന്റെ തലേദിവസം തലേ ദിവസം മതി. നാളെ നാളെ വൈകിട്ടാ പൊട്ടിക്കുന്നേ. നാളെ പൊട്ടിക്കാം. നമുക്ക് പടക്കം മേടിക്കണം. കുറച്ചിരിപ്പുണ്ടെന്ന് തോന്നുന്നു അല്ലേ? പഴയ ഒത്തിരി ഇരിപ്പുണ്ട്. ആണോ? എന്നാ മേടിക്കണ്ട, ചുമ്മാ പൈസ വേണ്ട. ആകാശത്തോട്ട് പോകുന്ന വാണോ അതൊക്കെ ഇരിപ്പുണ്ടല്ലോ. ഓ, ഇന്നാള് പൊട്ടിച്ച ഓർക്കുന്നുണ്ടോ? വേണ്ട. ഉള്ളി സബോളയൊക്കെ പൊളിക്കുന്നുണ്ട്, വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചിയുണ്ട്. ഈ പ്രാവശ്യം നമ്മളെ സവോള മേടിച്ചോണ്ട് വന്ന് ചെറിയ സവോളയാണ്, കുഞ്ഞു സബോള അല്ലേ? പക്ഷെ ഉണ്ടോ അത് മുക്കാൽ ഭാഗം കേടായി. അതിന്റെ അകത്ത് അഴുക്കായിരുന്നു. ഇടയ്ക്ക് സവോളയ്ക്കൊന്നും വില കൂടിയായിരുന്നു. അത് സവാളയാണോ? ഉള്ളി പോലെ ഉണ്ടല്ലേ? വലിപ്പില്ല. പപ്പ വരുവാണെങ്കിൽ ഞാനും കൊച്ചുകൂടെ ഇന്ന് മേടിച്ച ഷർട്ട് കാണിക്കാം. ഞങ്ങൾ 2 പുതിയ ഷർട്ടൊക്കെ മേടിച്ചു, എങ്ങനെ ഉണ്ടെന്ന് പറയണം. അപ്പൊ ഇത് 2 ഷർട്ട് മേടിച്ചതാണ്. നോക്കിക്കോ എങ്ങനെ ഉണ്ടെന്ന് പറയണം. കൊച്ചു കണ്ടു കൊണ്ടുപോവാനാ. ഒരെണ്ണം കടും കളറാണല്ലോ. ഇല്ലാത്ത കളർ നോക്കി മേടിച്ചതാ. ഇത് ഫുൾ കൈയാണല്ലോ. നീ ടൈപ്പ് ഒക്കെ ഇടും. ഫുൾ കയ്യാ. ടർബോ. ഇല്ലില്ല, എനിക്ക് കറക്റ്റാ. എനിക്ക് കറക്റ്റ് വലുപ്പോ. പപ്പായി ആയിരുന്നു നല്ല. അത് ബട്ടൺസ് ഇടാത്തോണ്ടാ. ഈ കളർ എങ്ങനെയുണ്ട്? ഇത് ഞാൻ സെലക്ട് ചെയ്താ. എനിക്ക് ചൂട് ഇഷ്ടപ്പെട്ടത്. ആണോ? കൊള്ളാവോ? അടിപൊളിയാണോ? പപ്പായ്ക്ക് വെക്കാവോ? ചേരും കേട്ടോ വെച്ചേ. ഇനി പപ്പായ്ക്ക് ഷർട്ട് എടുക്കുവാണേലേ ഇങ്ങനത്തെ ഒരു കളർ എടുക്കാൻ കേട്ടോ നമുക്ക്. ഇത് ചേരും അല്ലേ? അങ്ങനത്തെ കളർ ചേരും. ഞങ്ങൾ തകടിയാണ് എടുത്തത്. കോളേജിലെ മാറി മാറി ഇടണം. നല്ല സെലക്ഷൻ. ഇഷ്ടപ്പെട്ടോ? 2 ഷർട്ട് ഇഷ്ടപ്പെട്ടോ? മടക്കി വെച്ചോ. ഒന്ന് തേച്ച് സെറ്റാക്കി തരണം കേട്ടോടോ. ഇപ്പൊ അത് ചുളിഞ്ഞില്ലേ? അല്ല, അലക്കുമ്പോ ഞാൻ സെപ്പറേറ്റ് അലക്കണേ. ആദ്യം ഇടുമ്പോ ചിലപ്പോ കളർ ഇളവായിരിക്കും. അത് ശരിയാ. ഒന്ന് കഴുകിക്കൊണ്ട് പോണേ. അതങ്ങനത്തെ തുണിയാ. കൊച്ചിന് ഉടുപ്പ് നോക്കി, പക്ഷെ കൊച്ചിന് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഇടയ്ക്ക് ഇപ്പൊ കട്ടപ്പനയ്ക്ക് പോകുമ്പോളേ കട്ടപ്പന മേടിക്കാൻ നമ്മ പറഞ്ഞു. ഞാൻ പിന്നെ ഷർട്ട് എടുത്തിട്ടെങ്കിൽ പോന്നു. കൊച്ചിന് ഉടുപ്പ് മേടിക്കാൻ അതേപോലെ നമ്മൾ പോയത്. അതെ. ആഹാ, അന്ന് നാളെ നമുക്ക് കട്ടപ്പനയ്ക്ക് പോയേക്കാം. അത് ശരിയാ. അപ്പൊ അതും കൂടെ മടക്കി വെച്ചേ. രാവിലെ തന്നെ സാരിയൊക്കെ തേക്കുന്നുണ്ട്. കട്ടപ്പനയ്ക്ക് പോകാനുള്ള പ്ലാനും പദ്ധതിയാണെന്ന് തോന്നുന്നു. എനിക്ക് ഇഷ്ടമുള്ള ഒരു സാരി ആട്ടിത്. ഉടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാ. ഭയങ്കര കട്ടിയാണേ. ഇത് കൊടുത്തു കഴിയുമ്പോ അങ്ങോട്ട് ഭയങ്കര ആവിയൊക്കെ തോന്നും. വെയിലൊക്കെ ആണെങ്കിലേ അതുകൊണ്ടാ ഇത് എപ്പോഴും കൊടുക്കാത്തത്. പക്ഷെ മാറ്റാല്ലേ, നല്ല രസം. കൊച്ചി രാവിലെ പറഞ്ഞോണ്ട് എന്നാ കൊച്ചിന്റെ ഇഷ്ടത്തിനാകെ പോകാന്ന് വെച്ചു. എന്റെ ഒരു ഷർട്ടും കൂടെ തേച്ച് തരാവോ? ഇന്നലെ മേടിച്ചിട്ടാലോ? ചുമല വലിയ ഉടുപ്പില്ലെന്ന് നോക്കട്ടെ. ചെളിയാ ചെളി. പെയിന്റ് ഒന്നും അല്ല, ചെളിയാ. പോകുന്നുണ്ട്. കറയൊന്നും എനിക്ക് തോന്നുന്നു അതെന്തോ ഓയിലോ എണ്ണയോ അങ്ങനെ എന്താണെന്നാ തോന്നുന്നത്. ഒരു കറുത്തല്ലേ? ഇത്രയും ദിവസം പരീക്ഷയൊക്കെ അല്ലായിരുന്നു, അതുകൊണ്ടാ ഞാൻ പിന്നെ കഴുകാതിരുന്നത്. ഞാനല്ലേ എനിക്ക് പപ്പ ഇറക്കിയിട്ട് തന്നാ ഞാൻ വെള്ളം കോരി ഒഴിച്ച് കഴുകുന്നതായിരുന്നു. ഞാൻ ഇവരോട് പറഞ്ഞ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, വണ്ടി രണ്ടും നല്ലോണം നോക്കണം. വണ്ടി ഞാൻ വരുമ്പോൾ വൃത്തിയായിട്ടല്ലേ കിടക്കുന്നെങ്കിൽ വണ്ടി ഞാൻ കൊടുത്തിട്ടേ പോവുള്ളൂ പറഞ്ഞിട്ടാ ഞാൻ ഭീഷണിയാ. കൊടുക്കാനൊന്നും സമ്മതിക്കല്ലോ കേട്ടോ. വണ്ടി നമ്മളെ പൈസ കൊടുത്ത് മേടിക്കുന്നല്ലേ, അപ്പം
അത് നല്ലപോലെ വൃത്തിക്കും മെനയ്ക്കും നമ്മുടെ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആയുഷ്കാലം ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു വണ്ടിക്ക് 15 വർഷമാണ്, 15 വർഷം കഴിഞ്ഞ് 5 വർഷം വീണ്ടും റീടെസ്റ്റ് ചെയ്യാം. നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ എങ്ങനെ പോയാലും നമുക്ക് 22 വയസ്സുള്ളപ്പോഴായിരിക്കും ഒരു വണ്ടി എടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു 50 വയസ്സ് വരെ സുഖമായിട്ട് കൊണ്ട് നടക്കാം. എൻ്റെ ആദ്യത്തെ വണ്ടിയല്ല, അപ്പോൾ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്. കട്ടപ്പനയ്ക്കൊക്കെ പോവല്ലേ, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വഴി പൊടിയൊക്കെ ആയിരിക്കും. എന്നാലും ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് വിടുവാണെങ്കിൽ മുന്നീന്നൊരു രസമല്ലേ, ഗ്ലാസ് ഒക്കെ ഇച്ചിരി വെട്ടം വിളിച്ചൊക്കെ കാണും. കൊഴപ്പൊന്നുമില്ല. എന്തോ എണ്ണയോ ഓയിലോ ഏതാണ്ട് വീണിട്ടുണ്ടോ ഗ്ലാസ്സിലൊക്കെ. ഏയ് താഴെ എന്താ എണ്ണ ഓയില് ഉണ്ടായിരുന്നു, ഗ്ലാസ് വലിയ കുഴപ്പമുള്ളതായിട്ട് തോന്നില്ല. വർക്ക്ഷോപ്പിലൊക്കെ നമ്മൾ പണിയൊക്കെ ചെയ്യുമ്പോൾ അത് നേരാ, അമ്മ ഈ തുണിയൊക്കെ എടുത്ത് എറിയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ വരുമ്പോഴേ ഇച്ചിരി ഒന്ന് ഗ്ലാസ്സിൽ പറ്റിയാൽ മതി, അത് അവിടെ ഇരിക്കും പറ്റി പിടിച്ച്. എനിക്ക് വന്നത് ഓയിലാണ്, ദേഹത്തോട്ട് തെറിക്കും. അതെ അതെ. ഇനിയിപ്പം കഴുകിയാലും ഉണ്ടല്ലോ, വേനൽക്കാലം ആയതുകൊണ്ടേ നീ ഇപ്പൊ ഇരുന്ന് കഴുകി കിട്ടും. ഒരു വണ്ടി ഇപ്പൊ ഈ റോട്ടിൽ കൂടെ പോയാ മതി, അന്നേരം ആ പൊടി അങ്ങ് പറന്ന് കേറും, വണ്ടിയിലോട്ട് കേറും. അങ്ങനെ പൊടി പിടിച്ച് കിടക്കുന്നേ. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വണ്ടി എപ്പോഴും പൊടി പിടിച്ച് കിടക്കുള്ളൂ. ആഴ്ച ഒരു ദിവസം കഴുകിയിട്ട് നോക്കി ഒരു 3-4 ദിവസമെങ്കിലും വൃത്തി കിടക്കും. പിന്നെ എടുത്തോണ്ട് പോകുമ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ നല്ല വൃത്തിയായിരിക്കും. ഇവിടെ ചാനലിന്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 2 മനുഷ്യൻ നോക്കുമ്പോൾ ഇങ്ങനെയാണ് വണ്ടി കൊണ്ട് നടക്കുന്നത്. എനിക്ക് നേരെയില്ല, പൊന്നൂനെ മോനെ മാളൂനൊക്കെ എപ്പോഴും കുളിപ്പിച്ചോണ്ടിരിക്കണ്ടല്ലേ. എന്റെ വണ്ടിയുടെ വീൽ കപ്പൊക്കെ സ്ഥിരം കഴുകുന്ന ഞാനാണേ. വീൽ കപ്പൊക്കെ വെളുത്ത് വണ്ടിയൊക്കെ സെറ്റായിട്ട് കഴുകി ഇറക്കി ഞങ്ങളൊരു പോക്കുണ്ട് പിറകടെ. മറ്റേ മഴ പെയ്തിട്ടേ പായല് പോലെ വന്നിട്ട് വേണം കുറച്ച് കഴുകാൻ. 500 രൂപയാവും സർവീസ് സെന്ററിൽ കൊണ്ട് കഴുകണമെങ്കിൽ. നമുക്ക് സ്വന്തമായിട്ട് സർവീസ് ചെയ്താ പോരെ, ക്രിസ്മസിന്റെ അവധിയാ. ഈ പൊന്നൂനെയും മോനൂനെയും മാളൂനെയും ഞാൻ കുളിപ്പിച്ച് വൃത്തിയാക്കി തരാം. എനിക്ക് 500 രൂപ തരാവോ? ഇല്ലെന്ന്. അന്ന് എന്റെ കഞ്ഞി വേഗറായി, ഞാൻ കേറി പോവാണേ. നമ്മൾ ചവിട്ടി കേറുന്നാടം കണ്ടോ, അവിടെ ഇരിച്ചിട്ട് വെച്ചിട്ട് താഴെ ഇട്ട് പൊട്ടിക്കല്ലേ, തിണ്ണ കയറി വെയിലടിപ്പിക്കണ്ട. കണ്ണു വരുന്നോടി. ഇന്നലെ എടുത്തായിരുന്നു, ഇന്നലെ രാവിലെ തൊട്ട് ഉച്ച വരെ ഉണ്ടായിരുന്നു. നടക്കാൻ പഠിച്ചോ? നടക്കാനോ ചാടാനും തുള്ളാനൊക്കെ പഠിച്ചു. കണ്ണു തുറന്നോ? കണ്ണൊക്കെ തുറന്നു. കൈ എടുത്ത് വെച്ച് കാണിച്ചു തരാ. എന്തോ പൊടി ഉണ്ടായിരുന്നു, പുല്ലിന്റെ പൊടി. പുല്ലിന്റെ അകത്തല്ലേ കിടന്ന് ഉറങ്ങുമായിരുന്നു. കുഞ്ഞു ബാലൊക്കെ ഉണ്ട്. ഇപ്പൊ ഉറങ്ങും ഇച്ചിരി നേരം കഴിയുമ്പോ കൈയിരുന്ന്. ഇത് ആണാന്ന് തോന്നുന്നു അല്ലേ, മുഖമൊക്കെ ഉണ്ടല്ലേ, ഭയങ്കര ഗൗരവം. പക്ഷെ ഒരു കുഞ്ഞിതുണ്ട് പൊടി. ഏറ്റവും ഇളയ കുഞ്ഞിച്ചിരി വലിപ്പക്കുറവായിരിക്കും കേട്ടോ എപ്പോഴും. അതിപ്പോഴും അങ്ങനെയാ. അത് ഭയങ്കര ക്യൂട്ടായിരിക്കും അതിനെ കാണാനായിട്ട്. അത് ചുമ്മാ തോന്നല, അത് സത്യമാ. അതിന് ഇച്ചിരി അനുസരണാർവം കാണും ഏറ്റവും ഇളയതിനെ. എന്നുവെച്ചാൽ വീട്ടുകാരൊക്കെ കൊഞ്ചിക്കുന്നുണ്ടേ, അത് അപ്പനും അമ്മയും കൂടുതൽ കൊഞ്ചിക്കുന്നോണ്ടാ, സ്വാതന്ത്ര്യം കൂടുതലാ. അതിന് നല്ല കിഴുക്ക് കൊടുക്കണം ചെവിക്കട്ടെ, അപ്പൊ ആ ക്രിമീഡിയം ആയതുകൊണ്ടൊന്നും ചെയ്യത്തില്ല. ഇപ്പൊ നമ്മുടെ പിള്ളേര് ഇവരെത്ര പേരുണ്ട്? 5 പേര് 6 പേരല്ലേ? ഇവര് 7 പേര്. 7 പേരാണോ? അപ്പൊ 7 പേർക്ക് ഇടാൻ വേണ്ടി പേര് പറ കേട്ടോ. ഉറങ്ങിയോടി? എന്നെ നോക്കല്ലെന്നാ പറയുന്നേ. ഉറക്കം വരുന്നുണ്ട്, വെയിലൊക്കെ അല്ലേ. പുല്ല് കടിക്കാൻ തുടങ്ങിയില്ലല്ലോ? എപ്പോഴും തള്ളയുടെ ഈടെ കയറിയിരിക്കും, പാല് കുടിക്കാന്.
ഉറങ്ങുമായിരുന്നല്ലേ? ഉറങ്ങുന്നൊക്കെ കണ്ടാ ഇനി ജീവനുണ്ടോന്ന് നമ്മളിങ്ങനെ തോണ്ടി നോക്കണം. അതുപോലെ കിടന്ന് ഉറങ്ങുന്നേ. ഇന്നലെ പപ്പ ഉടുപ്പൊക്കെ ഊരിയിട്ട് അവിടെ സെറ്റ് കിടന്നപ്പോ ഞാൻ എല്ലാത്തിനെയും പറക്കി കൊണ്ടുപോയി ദേഹത്തുണ്ട് വെച്ച്. കുഞ്ഞു നഖമുണ്ട്, കുത്തി കയറും. എന്നിട്ട് പപ്പാക്ക് ഭയങ്കര കാര്യമാ, കൊഞ്ചിക്കുന്ന കണ്ടു. ഈ കുഞ്ഞായിട്ടിരിക്കും ഇങ്ങനെ തൂക്കം നല്ല രോമാട്ടോ. ഇതുണ്ടാ നല്ല പരപരാന്നിരിക്കുന്ന രോമ. ഇതിനെ കൂടെ നോക്കടി. ഞാൻ എടുക്കുകയല്ല, കൊണ്ടുപോ. ഇതിനെക്കാട്ടിലും ഇച്ചിരി ചെറുതാ. കുഞ്ഞു ചെവി, കുഞ്ഞു ചെവിയാ. ഭയങ്കരമായിട്ട് നടക്കുന്ന കൂട്ടവാ. നഖം ഇല്ലേടാ? കുഞ്ഞു നഖമുണ്ട്, കുഞ്ഞു നഖം. നഖം ഇങ്ങനെ കുത്തി ഇറങ്ങും നമ്മുടെ കയ്യിലോട്ട്. കൊണ്ടുവിട്ടേക്ക്. എന്നിട്ട് ഒരുങ്ങി നീ ഇതിനെ കളിച്ചോണ്ടിരിക്കാതെ. ഇന്നലെ കൊറേ നേരം ഉണ്ടായിരുന്നു. എന്റെ രാവിലെ ഞാൻ എടുത്തോണ്ട് വന്നിട്ട് ഇതിന്റെ അകത്ത് ഹാളിൽ കൂടെ വിട്ടേക്കുമായിരുന്നു. ഇതുങ്ങളിങ്ങനെ എന്നിട്ട് നടക്കാൻ അറിയത്തില്ലല്ലോ, ടൈലല്ലേ, വലിഞ്ഞു നടക്കുന്നു. കൊച്ചുപിള്ളേരൊക്കെ നടക്കുന്ന. ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതെ, അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള ബെല്ലൈക്കൻ അടിച്ചു.